students, good morning. Okay, നമുക്ക് കുറച്ച് മാത്സ് പഠിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? എല്ലാവരും എടുത്തോ? അപ്പോൾ നമ്മൾ മാത്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഫ്രാക്ഷൻ അല്ലേ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ചാപ്റ്റർ 5 ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രാക്ഷനിൽ നമ്മൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? അതുപോലെ നമ്മൾ എന്താ പഠിച്ചത്? മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു. എന്തായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എ ഫ്രാക്ഷൻ whose numerator is less than its denominator is called a proper fraction. ഇല്ലേ? എന്താണ്? 2/3. ഇതിൽ ഏതാണ് ന്യൂമറേറ്റർ? 2 ആണ് ന്യൂമറേറ്റർ, 3 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ ചെറിയ സംഖ്യയും ഡിനോമിനേറ്റർ വലിയ സംഖ്യ ആയിട്ടുള്ള ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 5/8 എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണല്ലേ? കാരണം ന്യൂമറേറ്റർ ലെസ്സർ സംഖ്യയാണ്, നമ്മുടെ ഡിനോമിനേറ്റർ ഗ്രേറ്റർ സംഖ്യയാണ്. അപ്പോൾ ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? പിന്നെന്താണ് നമ്മൾ നോക്കിയത്? എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പഠിച്ചു. എന്തായിരുന്നു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? എന്തായിരുന്നു? എ ഫ്രാക്ഷൻ whose numerator is greater than or equal to its denominator is called an improper fraction. അതായത് എന്താണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും. ഡിനോമിനേറ്റർ സ്മാളർ സംഖ്യയും ന്യൂമറേറ്റർ ലെസ്സർ സംഖ്യ ആയിട്ടുള്ള ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലേ? ഈക്വൽ ഓർ ലെസ് ദാൻ ആവാം. അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഈ ഒരു രീതിയിലുള്ള ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. പിന്നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്ത് വരും? ഒരു ഹോൾ നമ്പറും കാണും, അതിനോടൊപ്പം തന്നെ എന്തും കാണും? ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കാണും. എന്താണ്? ഇങ്ങനെ ഒരു ഹോൾ നമ്പറും കാണും, അതിനോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കാണും. ഇങ്ങനെയുള്ള ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിച്ചത് അല്ലേ? ഒരു ഹോൾ നമ്പറും ഉണ്ട്, ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ ഇത്തരം ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നെന്താ നമ്മൾ നോക്കിയത്? ടു കൺവേർട്ട് എ മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിരുന്നാൽ അതിനെ എങ്ങനെ നമ്മളൊരു ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് അതിനെ എങ്ങനെ മാറ്റും എന്നുള്ള രീതി നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ടീച്ചർ ഒന്നും കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 3/5 ഇങ്ങനെ നമുക്ക് എന്ത് തന്നേക്കുന്നു? ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നു. ഇതിനെ എങ്ങനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും? എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 2 × 5 എത്രയാണ്? 10 വരും അല്ലേ? 2 × 5 അതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? നമ്മുടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ ഈ കിടക്കുന്ന ഹോൾ നമ്പറിനെയും ഡിനോമിനേറ്ററിനെയും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ന്യൂമറേറ്റർ കൂട്ടണം. ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി കൊടുത്തു. കണ്ടോ? ഇത് നമ്മൾ ഇനി ചെയ്താൽ മതി. ക്ലിയർ ചെയ്യുമ്പോൾ 2 × 5 എത്ര? 10. 10 + 3 13. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 13. കണ്ടോ? ഡിവൈഡഡ് ബൈ 5 എന്ന് വന്നു. ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവ് സംഖ്യ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. എങ്ങനെയാണ്? ആദ്യം നമ്മൾ 2 × 5 ആ ഡിനോമിനേറ്ററെയും ആ ഹോൾ നമ്പറിനെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യും. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് അത് തന്നെ ഇടും. ഈ ഒരു രീതിയിലാണ് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. ഇത് ക്ലിയർ ആയേ? നെക്സ്റ്റ് നമ്മൾ എന്തോ പഠിച്ചത്? ടു കൺവേർട്ട് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിന്റെ മിക്സഡ് ഫ്രാക്ഷൻ. ഇനി നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നാൽ അതിനെ നമ്മൾ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നോക്കിക്കേ. 29/8. 29/8നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 29നെ നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 8 × 3 എത്ര വരും? 24 വരും അല്ലേ? 24 വന്ന് നമുക്ക് എന്താണ് ശിഷ്ടം വന്നു അല്ലേ? റിമൈൻഡർ കിട്ടി. എത്രയാണ്? 29 - 24 നമുക്ക് 5 വന്ന് റിമൈൻഡർ കിട്ടി. അപ്പൊ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ആ തന്നേക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, അതായത് 29നെ 8 കൊണ്ടങ്ങ്
ഡിവൈഡ് ചെയ്യണം. ഇത് ഏത് സംഖ്യ ആയാലും അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വോഷ്യന്റ് വരും അല്ലേ? ഒരു എന്ത് കിട്ടും? റിമൈൻഡറും കിട്ടും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ക്വോഷ്യന്റ് അതുപോലെ എഴുതുക. ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടി. പ്ലസ് എന്താണ്? നമുക്ക് റിമൈൻഡർ കിട്ടിയായിരുന്നു 5 അല്ലേ? അത് അതുപോലെ ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് എഴുതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ അതുപോലെ ഇവിടെ എഴുതി. അപ്പൊ നമുക്കൊരു എന്ത് കിട്ടി? ഒരു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി 3 5/8. അപ്പൊ എന്താണ്? ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നാൽ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യം അത് തന്നേക്കുന്ന സംഖ്യകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ക്വോഷ്യന്റ് കിട്ടും, ഒരു റിമൈൻഡർ കിട്ടും അല്ലേ? അപ്പൊ എന്താണ്? ആ ക്വോഷ്യന്റ് അതുപോലെ ഇവിടെ എടുത്ത് എഴുതുക. പ്ലസ് നമ്മുടെ റിമൈൻഡർ മേളിൽ എഴുതണം. ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് നമ്മുടെ റിമൈൻഡർ എഴുതുക. ഈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ ഇട്ടു കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇക്വലന്റ് ഫ്രാക്ഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ നോക്കിയത് ഫൈൻഡ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/5 ഹാവിംഗ് ഡിനോമിനേറ്റർ 30. അതായത് എന്താണ്? നമുക്ക് ഒരു ഫ്രാക്ഷൻ തന്നേക്കുന്നു. എന്താണ്? 3/5. എന്നിട്ട് വേറൊരു ഫ്രാക്ഷനകത്ത് എന്താണ്? നമുക്ക് ഡിനോമിനേറ്റർ മാത്രം തന്നേക്കുന്നു 30, ന്യൂമറേറ്റർ തന്നിട്ടില്ല. അപ്പൊ നമ്മളിതിനെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ നോക്കണം. ഈ 30നെ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഈ രണ്ട് ഡിനോമിനേറ്റർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ ഈ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ തന്നേക്കുന്ന ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും? 6 വരും അല്ലേ? 5 × 6 30 ആണ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് 6 എന്ന ആൻസർ കിട്ടി. ആ 6 കൊണ്ട് എന്ത് ചെയ്യുക? ഈ 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് 30 എന്ന ഡിനോമിനേറ്റർ കിട്ടി. ഇവിടെ എത്ര കിട്ടും? 18 വരും. 6 × 3 = 18. കണ്ടോ എങ്ങനെ? നമുക്കിപ്പോ ഒരു ഡിനോമിനേറ്റർ തന്നേക്കുന്നു അല്ലേ? എക്സാമ്പിൾ ഫൈൻഡ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/5. 3/5നുള്ള ഇക്വലന്റ് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നത്? ആദ്യം നമ്മൾ ഈ തന്നേക്കുന്ന ഡിനോമിനേറ്റർ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ വെച്ച് തന്നെ ന്യൂമറേറ്ററെ ഡിനോമിനേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്? ന്യൂമറേറ്റർ കിട്ടി 18 എന്ന് ന്യൂമറേറ്റർ കിട്ടി. മനസ്സിലായോ നമുക്കൊക്കെ? എന്താണ് ചെയ്യേണ്ടത് ടീച്ചർ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 5/9 ഹാവിംഗ് ഡിനോമിനേറ്റർ 54. എന്താണ്? 5/9 ഒരു ഫ്രാക്ഷൻ തന്നു. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഡിനോമിനേറ്റർ 54 തന്നേക്കുന്നു. ന്യൂമറേറ്റർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 54നെ 9 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ ഡിനോമിനേറ്ററിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ നമുക്കറിയാം 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 9 × 6 54. നമുക്ക് ആൻസർ കിട്ടി. എന്താ? 6 എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ന്യൂമറേറ്ററെയും ആ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിനെ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 54 എന്ന് കിട്ടും 13. കണ്ടോ? ആൻസർ കിട്ടിയത് കണ്ടോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇക്വലന്റ് ആയിട്ടുള്ള ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് ന്യൂമറേറ്റർ ഒരെണ്ണം കണ്ടുപിടിച്ചാലോ? ഇനി നമുക്ക് ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ തന്നിട്ട് ന്യൂമറേറ്റർ ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ന്യൂമറേറ്റർ തന്നിട്ട് ഡിനോമിനേറ്റർ ഒന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 3/5 ആണ്. അത് ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ടുള്ള ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? ന്യൂമറേറ്റർ തന്നിട്ടുണ്ട് 34. ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? 3 8 24 ആണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ 8 കൊണ്ട് തന്നെ നമ്മുടെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? 24 വന്ന് 14.
ഉണ്ടോ? അപ്പം ന്യൂമറേറ്റർ കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നേക്കുന്ന ഡിനോമിനേറ്റർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാനാണെങ്കിൽ തന്നേക്കുന്ന ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, മക്കൾക്ക് മനസ്സിലായ ടീച്ചർ എന്തോ പറഞ്ഞത്? ഇപ്പം ന്യൂമറേറ്റർ തന്നിട്ട് ഡിനോമിനേറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഈ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരം കൊണ്ട് ഇതിനെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ന്യൂമറേറ്റർ ആണ് തന്നിട്ടില്ല, ഡിനോമിനേറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ കൊണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതിന് നമ്മൾ ലൈക്ക് ഫ്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷനും പഠിച്ചു. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. നമ്മുടെ ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. ഇവിടെ എല്ലാം എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ 9 ആണ്. അതുപോലെ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിനോമിനേറ്റർ വ്യത്യാസമായിരിക്കും അല്ലേ? ഡിനോമിനേറ്റർ എല്ലാം പല രീതിയിലുള്ളതായിരിക്കും. ഈ ഒരു രീതിയിൽ പോലെയാണ് അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. പിന്നെന്താ നമ്മൾ സ്റ്റഡി ചെയ്തത്? അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് പഠിച്ചു ഇല്ലേ? അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസിൽ തന്നെ അഡീഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻസും പഠിച്ചു, അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസും പഠിച്ചു. അഡീഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കേ, ലൈക്ക് ഫ്രാക്ഷൻ എന്താണ് ഓർത്തിരിക്കണം. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു 4/9 + 2/9. അപ്പൊ ഇതിൽ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയായിരുന്നു ആഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് അതെടുത്തിട്ട് 4 + 2 എത്ര? 6 + 9. വേണമെങ്കിൽ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കേട്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എഴുതുക, കിടക്കുന്ന ന്യൂമറേറ്ററെ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസിന്റെ എന്താണ് അഡീഷൻ? സിമ്പിൾ ആണ്. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ടീച്ചർ പറഞ്ഞു തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെയായിരുന്നു? നമുക്ക് എക്സാമ്പിൾ വന്നിരിക്കുന്നു 8/9 പ്ലസ് എത്രയാണ്? 5/12. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അൺലൈക്ക് ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലായി. കാരണം എന്താ? ഡിനോമിനേറ്റർ രണ്ടും വ്യത്യാസമാണ്. അപ്പൊ ഡിനോമിനേറ്റർ രണ്ടും വ്യത്യാസം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം നമ്മൾ 9ന്റെയും 12ന്റെയും എന്താണ് 9ന്റെയും 12ന്റെയും LCM കണ്ടുപിടിക്കണം. നമുക്ക് എത്ര വെച്ച് ചെയ്യാം? 3 വെച്ച് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് 3 വെച്ച് അതിന്റെ LCM കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ LCM എങ്ങനെ കാണും? 3 × 3 9, 9 × 4 36. അപ്പൊ നമുക്ക് LCM കിട്ടി. എത്രയാണ്? 36. ഇനി നമ്മൾ നോക്കണം, ഈ ഓരോ സെക്ഷനെയും നമ്മൾ എടുത്ത് നോക്കുവാണ്. ആദ്യം നമ്മൾ 8/9 എടുത്തു. 9ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടിയ 36 കിട്ടുമെന്ന് നോക്കണം. അപ്പൊ എത്ര ആയിരിക്കും? 9 × 4 = ആണ് 36 നമുക്കറിയാം. അപ്പൊ ഈ 4 കൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. 32 ÷ 36. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 5/2 എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുകയാണ്. 5/12. 12ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 കിട്ടുമെന്ന് നോക്കാം. 12ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത് 36? 3. അപ്പം 12 × 3 എന്ന് പറഞ്ഞാൽ 36 ആണ്. ആ 3 കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 15 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ രണ്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. എത്രയാണ്? 32 ÷ 36 പ്ലസ് 15 ÷ 36. ഇപ്പൊ നമുക്ക് എന്താ? ലൈക്ക് ഫ്രാക്ഷൻ ആയി അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി, ലൈക്ക് ഫ്രാക്ഷൻ ആയി. ഇത് നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് നമ്മൾ വെളിയിലെടുത്തു. 32 + 15 എത്ര വരും? നമുക്ക് 47 ÷ 36. ഓക്കെ, നമുക്ക് 47 ÷ 36 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 47നെ നമ്മൾ എന്ത് ചെയ്യുക? 36 കൊണ്ട്
ഡിവൈഡ് ചെയ്യണം. 47നെ 36 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 1 വരും. ഓക്കെ, 36 അപ്പൊ നമുക്ക് എങ്ങനെ വന്നു? നേരത്തെ നമ്മുടെ ഒരു മിക്സഡ് ഫ്രാക്ഷന്റെ രീതി വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് കിട്ടിയ ക്വോഷ്യന്റ് ആദ്യം എഴുതുക, നമുക്ക് കിട്ടിയ റിമൈൻഡർ വീണ്ടും എഴുതണം, നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ആൻസർ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസിനെ അഡീഷൻ ചെയ്യുന്നത് അല്ലെ, ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റുക, എന്നിട്ട് നമ്മൾ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ അതായത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷന്റെ സം പഠിച്ചില്ലേ? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹോൾ നമ്പറും വരും അല്ലേ, ഒരു ഫ്രാക്ഷനും വരും. അതായത് 2 3/4 പ്ലസ് പിന്നെന്താണ് 5 5/6. ഇതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ ആഡ് ചെയ്ത് എഴുതും? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 4 × 2 അതിന്റെ കൂടെ +3 ആഡ് ചെയ്യുക. 4 × 2 എത്രയാണ്? 8 അല്ലേ? 8 + 3 11 / 4 എന്ന് വന്നു. പ്ലസ് ഇനി ഇവിടെ എന്ത് ചെയ്യണം? 5 × 6 എത്രയാണ്? 30 + 5 35 35 / 6. ആദ്യം നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ മിക്സഡ് ഫ്രാക്ഷനെ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റുക അല്ലേ? മിക്സഡ് ഫ്രാക്ഷനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. പ്രോപ്പർ ഫ്രാക്ഷനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇങ്ങനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഇങ്ങനെ ആഡ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക, മാറ്റിയിട്ട് ആഡ് ചെയ്യുക. അത് ടീച്ചർ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി. എങ്ങനെയാ മാറ്റിയത്? ഈ ഹോൾ നമ്പറും ഡിനോമിനേറ്ററും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ആ കിട്ടുന്ന ഉത്തരവുമായിട്ടുള്ള ന്യൂമറേറ്റർ കൂട്ടിയത് ആൻസർ എത്തി. ഇവിടെ അതുപോലെ തന്നെയാണ്. ഡിനോമിനേറ്ററും ഈ ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസറുമായിട്ട് ന്യൂമറേറ്റർ കൂട്ടുക. അങ്ങനെ നമ്മളൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ നമ്മൾ ഇപ്പൊ ഇത് ഇത്ര എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. അൺലൈക്ക് ഫ്രാക്ഷനെ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതായത് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലസാഗുവിലെ എൽസിഎം കാണുക. 4ന്റെയും 6ന്റെയും എൽസിഎം കാണുക. 2 വെച്ചിട്ട് 2 × 2 4 4 × 3 12. എന്നിട്ട് നമ്മൾ നോക്കുക, ഈ ഒരു സെക്ഷൻ എടുത്തു. 4ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എത്ര? നമ്മുടെ എൽസിഎം എത്രയായിരുന്നു? 12. 4ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ എൽസിഎം 12 കിട്ടുന്നത് നോക്കണം. 4ന്റെ കൂടെ എത്ര സംഖ്യ? 3 ആയിരിക്കും അല്ലേ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 12. പിന്നെ ആ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 33. ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷൻ എടുത്തു. 35 / 6. 6ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എൽസിഎം കിട്ടുന്നതെന്ന് നോക്കണം. അപ്പൊ 6ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എൽസിഎം കിട്ടുന്നത്? 6ന്റെ കൂടെ എത്രയാണ്? 2. ആ 2 കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. 70 കിട്ടി. ഇപ്പൊ നമുക്ക് 2 സെക്ഷനും കിട്ടി. ഏതാണ്? ഇപ്പൊ എന്താണ്? നമ്മുടെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ടുള്ള നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ കിട്ടി. 33 / 12 പ്ലസ് എത്ര? 70 / 12. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 12 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. 33 പ്ലസ് 7 അല്ലേ? 70. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഈ ഒരു ആൻസർ കിട്ടി. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഈ ഒരു ആൻസറിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അതെങ്ങനെയാ? അതായത് നമുക്ക് കിട്ടിയ 103 നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? 8 7 / 12. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സഡ് ഫ്രാക്ഷനെ ആഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അഡീഷൻ കഴിഞ്ഞ് നമ്മൾ സബ്ട്രാക്ഷൻ പഠിച്ചു അല്ലേ? സബ്ട്രാക്ഷനോ എന്താണ്? അത് സബ്ട്രാക്ഷനിൽ നമ്മൾ ലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ? എങ്ങനെയായിരുന്നു ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സബ്ട്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? എക്സാമ്പിൾ തന്നാൽ
5/9 minus 2/9. ഇതിനെ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? ഇത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്, കാരണം ഡിനോമിനേറ്റർ രണ്ടിടത്തും ഈക്വൽ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഈക്വൽ ആയിട്ടുള്ള ഡിനോമിനേറ്ററിനെ എടുത്തിട്ട് 5/5 minus 2 equal to 3/9 ഇല്ലേ? 1/3 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എക്സാമ്പിൾ പറയാൻ നമുക്ക് വേറെ പ്രോബ്ലങ്ങൾ ചെയ്യാം. 11 divided by 12 minus 7 divided by 12. ഇത് എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻ ആണ് അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും കോമൺ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ വെളിയിൽ എടുത്തു. 11 മൈനസ് എത്ര വരും നമുക്ക്? 4 ഇല്ലേ? 4 divided by 12. നമുക്ക് അതിനെ ചെയ്തുകൂടെ? 1 divided by 3 എന്ന് വരും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 divided by 3. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ്. ഡിനോമിനേറ്റർ കോമൺ ആണെങ്കിൽ അതാണ് കോമൺ ഡിനോമിനേറ്റർ എടുത്തിട്ട് ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻസ് ചെയ്യുന്നത്. ഇനി അൺലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ടീച്ചർ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ 7 divided by 8 minus 5 divided by 12. അപ്പോൾ ഇത് എന്താണ്? ഇത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം LCM കാണണം. 8ന്റെയും 12ന്റെയും ഡിനോമിനേറ്ററിന്റെ LCM നമ്മൾ കാണുക. നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? 4 അല്ലേ? ഓക്കെ, ഇത് നമ്മൾ LCM കാണാം. 4 × 2 8 × 3 24. അപ്പോൾ നമുക്ക് LCM കിട്ടി 24. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. 8ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ 3 ആണ്. നമ്മൾ 8ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 24 എന്ന ആൻസർ കിട്ടുന്നത്. ആ 3 കൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്ക് എത്ര കിട്ടും? 24 divided by 21 ഇല്ലേ? ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എടുക്കുന്നു. 5 divided by 12. 12ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് LCM ആയി 24 കിട്ടുന്നത് നോക്കാം. 12ന്റെ കൂടെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. ആ 2 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് 10 divided by 24 എന്ന് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയില്ലേ? അതാണ്ട് 21 divided by 24 എന്ന് വന്നു. മൈനസ് 10 divided by 24. അപ്പോൾ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻ വന്നു. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ലൈക്ക് ഫ്രാക്ഷൻ കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി സബ്ട്രാക്ട് ചെയ്യുക. അതായത് നമ്മുടെ 24 കോമൺ ഡിനോമിനേറ്റർ നമ്മൾ കോമൺ ആക്കിട്ടു. 21 മൈനസ് 10. അപ്പോൾ ഇത് നമുക്ക് എത്ര വരും? 21നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി 10 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 divided by 24. എത്ര വരും? 11 divided by 24. ഓക്കെ, അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ആദ്യം നമ്മൾ അതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ലൈക്ക് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിന്റെ LCM കണ്ടിട്ട് വേണം നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ. എന്നിട്ട് വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അടുത്ത നമുക്ക് ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സബ്ട്രാക്ഷൻ നടത്തും? അതും അഡീഷന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പ്ലസ് ഇടേണ്ട സ്ഥലത്ത് മൈനസ് ഇട്ട് ചെയ്താൽ മതി സബ്ട്രാക്ഷൻ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ തന്നാൽ അതിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കണം. എന്ത് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നു. 2 7/9 മൈനസ് 1 അല്ലേ 8 divided by 60. നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നതിന് നമ്മൾ അഡീഷനിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ 4 നമ്പർ ഡിനോമിനേറ്റർ തമ്മിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ ഈ ന്യൂമറേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാമെങ്കിൽ 2 × 9 18. 18 + 7 25. അപ്പോൾ 25 divided by 9 എന്ന് കിട്ടി. ഇത് നമ്മൾ ഈ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതിനെ നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണ്ടേ? 1 × 50 50. 23 divided by 50. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടി. ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്കിലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും ഇല്ലേ? ലൈക്ക് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്ററിന്റെ
LCM കണ്ടാൽ മതി. അതായത് 9, 15 ഇതിന്റെ LCM നമുക്ക് 3 കൊണ്ട് കാണാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് LCM കാണുമ്പോൾ 3 × 3 9, 9 × 5 45. അപ്പൊ നമുക്ക് എത്ര കിട്ടി? LCM 45 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നോക്കുക, 9ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സെക്ഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 45 കിട്ടുന്നതിന് നോക്കാം. അപ്പം 5 നമുക്ക് കിട്ടും. 9 × 5 45. അതുപോലെ തന്നെ ഈ 25നെ നമ്മൾ 5 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 25നെ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 125. അപ്പൊ ആദ്യത്തെ സെക്ഷൻ നമുക്ക് കിട്ടി 125 / 45. ഇനി ഈ സെക്ഷൻ എടുക്കുക. 23യുടെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 45 കിട്ടുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ 15ന്റെ കൂടെ എത്ര സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 45 കിട്ടുന്നതെന്ന് നോക്കാം. 15ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 45 കിട്ടുന്നത് അല്ലേ? നമ്മുടെ LCM 45 കിട്ടുന്നത്. അപ്പൊ ആ 3 കൊണ്ടാണ് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ന്യൂമറേറ്ററെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 69 വരും. 69 / 45. അപ്പൊ നമ്മുടെ എന്താണ്? നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഫ്രാക്ഷൻ കിട്ടി. എത്രയൊക്കെയാണ്? 125 / 45 മൈനസ് 69 / 40. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് ഫ്രാക്ഷൻ കിട്ടിയില്ലേ? കോമൺ ഡിനോമിനേറ്റർ കിട്ടി 125 മൈനസ് 69. അപ്പൊ 125 മൈനസ് 69 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 56. 56 / 45. 56 / 45 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ 45നെ 56 കൊണ്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 1, 11, 45 എന്നുള്ള ഈ ഒരു രീതിയിലാണ് അൺലൈക്ക് ഫ്രാക്ഷൻ, അതായത് മിക്സഡ് ഫ്രാക്ഷൻ തന്നിരുന്നാൽ അതിനെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. അതിനെ ആദ്യം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിനുശേഷം അതിനെ കോമൺ ഡിനോമിനേറ്റർ വരത്തക്ക രീതിയിൽ ലൈഫ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്നിട്ട് മൈനസ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ എക്സസൈസ് നോക്കിക്കേ. പേജ് നമ്പർ 99 എക്സസൈസ് 5Gയിലെ മാർക്ക് against the correct answer in each of the following. കറക്റ്റ് ആൻസറിൽ നമ്മൾ ടിക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്രാക്ഷൻ ഇക്വലന്റ് ടു 3/5 ഈസ്, അതായത് 3/5ന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 3 പിന്നെ നമുക്ക് 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതാം? 3 × 2 / 5. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 3/5ന് ഈക്വലന്റ് ആയിട്ടുള്ള എന്താണ് ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ 3 × 2 / 5. അടുത്തത് എ ഫ്രാക്ഷൻ ഇക്വലന്റ് ടു 8/12. 8/12 ഈക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഏതാ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. 8 / 4 / 12 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്രാക്ഷൻ ഇക്വലന്റ് ടു 24 / 36. 24 / 36ന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി 2/3. ഏതാണ് ഓപ്ഷൻ ബി? 2/3. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 3/4 ഈസ് ഇക്വലന്റ് ടു x / 20. then the value of x is എത്ര? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു? നമുക്കിവിടെ തന്നേക്കുന്നത് 3/4 തന്നിട്ടുണ്ട്. പിന്നെ എത്ര തന്നേക്കുന്നത്? x/20 ആണ്. അതായത് ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട്, ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 20നെ ഡിനോമിനേറ്റർ തമ്മിൽ ഡിവൈഡ് ചെയ്യണം. 20 / 4 എത്ര വരും? 5 വരും. അപ്പൊ എന്ത് ചെയ്യണം? ഈ 3യെ നമ്മൾ അതുപോലെ ആ 5 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ 20 വരും, 15 വരും. 3 × 5 നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? 15 അല്ലേ? നമ്മുടെ ന്യൂമറേറ്റർ ഏതാ? നമ്മൾ ന്യൂമറേറ്റർ ഏതാണെന്ന് കണ്ടുപിടിച്ചു, 15. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ 15. നെക്സ്റ്റും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 45 / 6 ഈസ് ഇക്വലന്റ് ടു 3/x. then the value of x is കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ന്യൂമറേറ്റർ തന്നിട്ടുണ്ട്, ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട്
ആ കിട്ടുന്ന ആൻസറിന്റെ ഡിനോമിനേറ്ററേയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? A4 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ A4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലൈക്ക് ഫ്രാക്ഷൻ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം ലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം. ലൈക്ക് ഫ്രാക്ഷൻ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് ലൈക്ക് ഫ്രാക്ഷൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി 1/8, 3/8, 5/8, 7/8 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ന്യൂമറേറ്റർ ലെസ്സർ സംഖ്യ ആയിരിക്കും, ഡിനോമിനേറ്റർ ഗ്രേറ്റർ സംഖ്യ ആയിരിക്കും. അങ്ങനെയുള്ളത് ഏതുണ്ട് നമ്മുടെ ഓപ്ഷൻ? നോക്കിക്കേ, പ്രോപ്പർ ഫ്രാക്ഷൻ ഏതാണ്? അതില് ഏതാ? പ്രോപ്പർ ഫ്രാക്ഷൻ ഇല്ല അല്ലേ? തന്നിരിക്കുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഒരു ഹോൾ സംഖ്യ ഉണ്ട്, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് അല്ലേ? അതിലെന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ ഇല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ? ആ തന്നിരിക്കുന്നതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? ന്യൂമറേറ്റർ ലെസ്സറും നമ്മുടെ ഡിനോമിനേറ്റർ ഗ്രേറ്ററും ആയിട്ടുള്ള 7/8 ആണ് നമ്മുടെ ആൻസർ. ആൻസർ ഏതാ? ഓപ്ഷൻ എ 7/8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ആ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി 3/4 ഗ്രേറ്റർ ദാൻ 3/5 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 3/4 ഗ്രേറ്റർ ദാൻ 3/5. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മാളസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻ? നോക്കിക്കേ, 3/5, 2/3, 5/6, 7/10. അതിൽ തന്നേക്കുന്നതിൽ സ്മാളസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാണ്? നമ്മുടെ ആൻസർ 3/5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻ? ആ തന്നേക്കുന്ന ഫ്രാക്ഷനിലെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. 4/5, 4/7, 4/9, 4/11. അതിൽ ഏതാണ്? 4/5 ആണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 4/5. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മാളസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻ? 6/11, 7/11, 8/11, 9/11. അതിൽ ഏതാണ് സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 6/11 ആണ്. കാരണം എന്താ? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ ന്യൂമറേറ്ററിൽ സ്മാളർ സംഖ്യ ഏതാണോ അതായിരിക്കും സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 6/11. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മാളസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻ? 3/4, 5/6, 7/12, 2/3. അതിൽ ഏതാണ് സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി 7/12. എന്താണ്? നമ്മുടെ ഡിനോമിനേറ്റർ ഏറ്റവും വലുതായിട്ടുള്ളത് അല്ലേ? അതാണ് ഏറ്റവും സ്മാളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4 3/5. അത് നമ്മൾ ചെയ്ത് നോക്കണം. 4 3/5 അതിനെ നമ്മൾ എങ്ങനെ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ 4 3/5 നമ്മൾ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്? എങ്ങനെയായിരുന്നു? 4 × 5 എത്രയാണ്? 20. 20 പ്ലസ് ന്യൂമറേറ്റർ 23 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി 23 ഡിവൈഡഡ് ബൈ 5. ഇതെല്ലാം മനസ്സിലായോ? എന്താണ് നമ്മൾ പഠിച്ചതാ? മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിനോമിനേറ്ററിനെ ഈ കോമൺ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ ന്യൂമറേറ്റർ ആയിട്ട് കൂട്ടുക. 4 × 5 20, 20 + 3 23 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. ഇത് നമുക്ക് തന്നേക്കുന്നത് 4 ഡിവൈഡഡ് ബൈ 7. അത് എന്ത് ചെയ്യാനാ? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നേക്കുന്നു അല്ലേ? അതിനെ എന്താക്കി മാറ്റണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്ങനെ നമ്മൾ ചെയ്യും? 34 എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും? 7ന്റെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കണം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 4 വരും അല്ലേ? 4 × 7 28. നമുക്ക് ഇത് നമുക്ക് എന്താണ്? നമുക്ക് റിമൈൻഡർ 86. ഇത് നമ്മൾ ഇതിന്റെ എന്താ ഇങ്ങോട്ട് ഈ സംഖ്യ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി അല്ലേ? നമുക്ക് കിട്ടിയ ക്വോഷ്യന്റ് അതുപോലെ എഴുതി, നമുക്ക് കിട്ടിയ റിമൈൻഡർ എഴുതി, നമ്മുടെ എന്താണ് നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ സി 6/7. ഇനി വരുന്നത് 16. ക്വസ്റ്റ്യൻ നമ്പർ 16 കണ്ടോ? 5/8 + 1/8. എന്ത് ചെയ്യാനാ? അഡീഷൻ ആണ്. ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ. അതിൽ ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ എന്ത് കിടക്കുന്ന ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. അപ്പൊ 5 + 1 6 വരും അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 5/8 + 1/8. നമ്മൾ എന്ത് ചെയ്യുക? 8 അതുപോലെ എഴുതി 5 + 1 എത്ര വരും? നമുക്ക് 6/8. നമുക്ക് രണ്ടോട്ട് ഇതിനെ ചെയ്തൂടെ? 3/4 നമുക്ക്
ആൻസർ വരും. രണ്ടുകൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും ചെറുതാക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 3/4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ 3/4. അടുത്ത ക്വസ്റ്റ്യൻ 5/8 മൈനസ് 1/8 എന്താണ്? സബ്ട്രാക്ട് ചെയ്യാൻ തന്നേക്കും അല്ലേ? അൺലൈക്ക് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ആണ് അവിടെ തന്നേക്കുന്നത്. 5/8 മൈനസ് 1/8 ഇതിനെ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? ഡിനോമിനേറ്റർ കോമൺ ആണ്. 5 മൈനസ് 1 ഇസിക്കൽ ടു എത്ര വരും? മൈനസ് 1 4 4 ഡിവൈഡഡ് ബൈ 8 ഇതിനെ നമുക്ക് 4 കൊണ്ട് വീണ്ടും ചെറുതാക്കി കൂടെ? അപ്പം 1 എത്രയാണ്? 2. നമ്മുടെ ആൻസർ 1/2. നമ്മുടെ ഓപ്ഷൻ ബി 1/2 ആണ് ഇതിന്റെ ആൻസർ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ മിക്സഡ് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ആണ്. അത് നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ 1/2 ആൻസർ കിട്ടും. ഓപ്ഷൻ എ 1/2 ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡീഷൻ ആണ്. അഡീഷനും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട്. നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1/18 ഓപ്ഷൻ ഡി 1/18 എന്ന് ആൻസർ കിട്ടും. അടുത്ത 20 ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ഗ്രേറ്റർ? 3 1/3 ആണോ 33/10 ആണോ നമ്മുടെ ആൻസർ? അല്ല ഏതാണ് ഗ്രേറ്റർ എന്ന് പറയുന്നത്? ഏതാ ഗ്രേറ്റർ? 3 1/3 ആണെന്ന് ഗ്രേറ്റർ സംഖ്യ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ 3 1/3. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടോ പേജ് നമ്പർ 103 CC ടെസ്റ്റ് പേപ്പർ അത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തേത് കണ്ടോ, ഡിഫൈൻ എ ഫ്രാക്ഷൻ. നമ്മൾ ആദ്യം എന്താണ് ഫ്രാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യണം. എന്തായിരുന്നു ഫ്രാക്ഷൻ? നമ്മൾ പറഞ്ഞു അല്ലേ, a/b എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. a/b is a fraction where a and b are integers and b എന്താണ്? not equal to 0. അപ്പോൾ 1/2 2/3 5/4 are fractions. അപ്പോൾ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതണം? a/b is a fraction. a/b fraction ആണ് where a and b are integers and b not equal to 0. 1/2 2/3 5/4 are fractions എന്ന് നമ്മൾ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, what fraction of an hour is 35 minutes. അപ്പോൾ 35 മിനിറ്റ്സിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലാക്കും? അത് എന്ത് ഫ്രാക്ഷൻ ആണ് നമുക്ക് അറിയാം അല്ലേ? 60 സെക്കൻഡിലാണ് 60 മിനിറ്റ്സിലാണ് നമ്മൾ 35 സെക്കൻഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 35 ഡിവൈഡഡ് ബൈ 60 എന്ന് എഴുതാം. 35 ഡിവൈഡഡ് ബൈ 60. അപ്പം 35 ഡിവൈഡഡ് ബൈ 60 നമുക്ക് വീണ്ടും ചെറുതാക്കാം അല്ലേ? എത്ര 5 കൊണ്ട് ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കി 7/12 എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഇക്വലന്റ് ഓഫ് ഫ്രാക്ഷൻ 5/8 വിത്ത് ഡിനോമിനേറ്റർ 56. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നമുക്ക് 5/8 എന്ന് തന്നേക്കുന്നു, ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട് 56. ന്യൂമറേറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 56നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 56നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും അല്ലേ? എന്ത് ചെയ്യുക? ആ 7 കൊണ്ട് തന്നെ ഈ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര ആൻസർ കിട്ടും? 56 ഡിവൈഡഡ് ബൈ 35. ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം 2 4/5 പ്ലസ് 1 3/10 പ്ലസ് 3 1/5. നമുക്കറിയാം 3 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നേക്കുന്നു. അതിനെ എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നു. ആദ്യം നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ അതിനെ സം ചെയ്യണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? ആ തന്നേക്കുന്ന ഡിനോമിനേറ്ററിനെയും ഹോൾ നമ്പറിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ആ രീതിയിൽ 3 എണ്ണത്തിന്റെ നമ്മൾ ചെയ്തിട്ട് LCM കണ്ട് അതിനെ ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് ദ ഈക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/5 ഹാവിംഗ് ഡിനോമിനേറ്റർ 30. അല്ലേ? എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാ? നമുക്ക് ഡിനോമിനേറ്റർ തന്നിട്ടുണ്ട് 3/5 16 30 നമുക്ക് ഡിനോമിനേറ്റർ തന്നേക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് 30 ഈ രണ്ട് ഡിനോമിനേറ്റർ തമ്മിൽ ഡിവൈഡ് ചെയ്യും. 30 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 6 എന്ന് കിട്ടും. ആ 6 കൊണ്ട് ന്യൂമറേറ്ററെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 18 കിട്ടും. അപ്പൊ 18 ഡിവൈഡ് ബൈ 30 ആണ് നമ്മുടെ ആൻസർ. ന്യൂമറേറ്റർ ഒക്കെ നമ്മുടെ 18 നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന 24 ഡിവൈഡഡ് ബൈ 11 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, മിക്സഡ് ഫ്രാക്ഷൻ ആണോ?
ഫ്രാക്ഷൻ എന്നുവെച്ചാൽ എന്താ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അടുത്ത ക്വസ്റ്റ്യൻ 3/8 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, നൺ ഓഫ് ദീസ്. അപ്പൊ 3/8 എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അടുത്ത 3/8 ആൻഡ് 5/12 ആണ് കമ്പാരിസൺ ഗീവ്. അതായത് 3/8ലും 5/12ലും ഏതാണ് ഗ്രേറ്റർ എന്ന് പറയുന്നത്? 5/12 ആണ് ഗ്രേറ്റർ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the largest of the fraction 2/3, 5/9, 1/2 and 7/12 is. അതായത് അതിലെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 2/3 ആണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3/4 minus 1, 1/2. അതെന്താണ്? നമുക്ക് തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ആദ്യം നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്നിട്ട് വേണം അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ? സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കണം. ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 2, 1/4 കിട്ടും. അത് നിങ്ങൾ ഓവർകട്ട് ചെയ്ത് നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലൈക്ക് ഫ്രാക്ഷൻസ്? തന്നേക്കുന്നത് ലൈക്ക് ഫ്രാക്ഷൻസ് ഏതാ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയല്ലേ, ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് വരുന്ന എന്താ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1/8, 3/8, 5/8, 7/8. അതാണ് നമ്മുടെ ആൻസർ ലൈക്ക് ഫ്രാക്ഷൻ, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. കണ്ടോ, നമുക്ക് ആദ്യത്തെ ഒരു സംഖ്യ തന്നിട്ടില്ല. -8/21 is equal to 8/21. അപ്പൊ നമ്മൾ ആദ്യത്തെ സംഖ്യ ഏതാന്ന് എഴുതണം. നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മുടെ ആൻസർ 16 divided by 21. ഓപ്ഷൻ ഡി 16 divided by 21. നമുക്ക് ട്രൂ ഓർ ഫാൾസ് തന്നിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് 3 1/3 ഗ്രേറ്റർ ദാൻ 33 divided by 10. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആയില്ലേ. 3 1/3 ആണ് 33 divided by 10നേക്കാളും ഗ്രേറ്റർ. അടുത്തത് 8 - 1 5/6 is equal to 7 1/6. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? നമ്മൾ ചെയ്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. ആൻസർ ഫാൾസ് ആണ്. അതല്ല അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1/2, 1/3 and 1/4 are like fractions. ട്രൂ ആണോ? അല്ല. ലൈക്ക് ഫ്രാക്ഷൻസ് നമുക്കറിയാം എന്തായിരുന്നു? ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് വരണം. 3/5 lies between 3 and 5. 3ക്കും 5നും ഇടയിലാണോ 3/5 കിടക്കുന്നത്? ആണോ? അല്ല. നമ്മുടെ ആൻസർ ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ among 1/2, 1/3, 3/4, 4/3 is the largest fraction 4/3. ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ 4/3 ആണ് ലാർജസ്റ്റ്. കറക്റ്റ് ആണോ ആൻസർ? ആൻസർ ട്രൂ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ആണ്, ബി ഫാൾസ് ആണ്, സി ഫാൾസ് ആണ്, ഡി ഫാൾസ് ആണ്, ഇ ട്രൂ ആണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മിക്സഡ് ഫ്രാക്ഷൻ ആയാലും എല്ലാം നിങ്ങൾ കുറേ പ്രാവശ്യം മാത്സ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്ത് എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കുറേ പ്രാവശ്യം നമ്മൾ ഒരു പ്രോബ്ലം തന്നെ കുറേ ടൈംസ് നമ്മൾ ചെയ്ത് പഠിക്കണം. എങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ സബ്ട്രാക്ഷൻ അഡീഷനൊക്കെ ചെയ്യുന്നത് കുറച്ച് പാടല്ലേ. കാരണം മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം, എന്നിട്ട് അതിനെ പിന്നെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റണം, എന്നിട്ടാണ് അതിനെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒരു പ്രോബ്ലം തന്നെ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്കത് പെട്ടെന്ന് തലയിൽ അത് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം എത്രത്തോളം കണക്ക് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാമോ നമ്മുടെ ടെക്സ്റ്റ് ഇഷ്ടംപോലെ കണക്കുണ്ട്. അപ്പൊ എത്രത്തോളം പ്രോബ്ലം ചെയ്ത് പഠിക്കാമോ അത്രത്തോളം പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഈ മാത്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉടനെ എക്സാം വരുന്നുണ്ട്. അതുപോലെ എക്സാമിന് നമ്മൾ ഈ രണ്ട് പഠിച്ച, അതായത് ഫ്രാക്ഷനും ഇൻഡിജേഴ്സും ആയിരിക്കും നമ്മുടെ എക്സാം ടോപ്പിക് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടിലും അറിയാമല്ലോ, ഇൻഡിജേഴ്സിൽ നമ്മൾ ഇൻഡിജേഴ്സിന്റെ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ, ഡിവിഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു സക്സസർ പ്രെഡസസർ പഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. അഡീഷൻ ഓഫ് ഇൻഡിജേഴ്സ് കാണും, മൾട്ടിപ്ലിക്കേഷൻ കാണും, ഡിവിഷൻ കാണും, പിന്നെ ഈ സക്സസർ പ്രെഡസസർ, ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. പരമാവധി പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്നത്തെ നമ്മുടെ ഫ്രാക്ഷന്റെ ചാപ്റ്ററിൽ നിന്നും അഡീഷൻ സബ്ട്രാക്ഷൻ ഉണ്ട് അല്ലേ, മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാനുണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിന് വേണ്ടി ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ മാത്സിൽ നിന്ന് രണ്ട് ചാപ്റ്റർ നമുക്കുണ്ട്, ഫ്രാക്ഷനും ഇൻഡിജേഴ്സ്. ഈ രണ്ട് ചാപ്റ്ററിലെ പ്രോബ്ലംസ് നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിച്ചു വെക്കുക. ഹോംവർക്ക് വന്ന പ്രോബ്ലംസ് ഒക്കെ മാക്സിമം
നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ മാത്സിലെ 2 ചാപ്റ്റർ ഇൻഡിജേഴ്സും ഫ്രാക്ഷൻസും. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? എക്സാമിന് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് 3 ചാപ്റ്റർ ആണുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 3 ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ദെൻ ദേർ വേർ നൺ 4th ചാപ്റ്റർ, അതുപോലെ 6th ചാപ്റ്റർ ഒളിമ്പിക് ഗെയിംസ്, 7th ചാപ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ 3 ചാപ്റ്ററിൽ നിന്നായിരിക്കും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതൊക്കെ ചാപ്റ്റർ? ചാപ്റ്റർ 4, 6, 7 ആൻഡ് ദെൻ ദേർ വേർ നൺ ഒളിമ്പിക് ഗെയിംസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ച ന്യൂ വേർഡ്സ്, അതുപോലെ തന്നെ എന്താ ക്വസ്റ്റ്യൻ ആൻസർ, ചൂസ് ദ കറക്റ്റ് ആൻസർ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ആ 3 ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ചൂസ് ദ കറക്റ്റ് ആൻസറും മീനിങ്ങും ഒക്കെ ന്യൂ വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കുക. നമ്മൾ ഇംഗ്ലീഷിന്റെ വർക്ക് ബുക്കും പഠിച്ചായിരുന്നു അല്ലേ? വർക്ക് ബുക്കിൽ ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ, ദ ലെജൻഡ് ഓഫ് ദ ഫോർ ഡ്രാഗൺ, നെൽസൺ മണ്ടേല. അപ്പൊ ഈ 3 ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് അതായിരിക്കും നമുക്ക് എക്സാമിന് ടീച്ചർ ചോദിക്കുന്നത്. അതിൻ്റെ അകത്തും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ന്യൂ വേർഡ്സ് ഉണ്ട് അല്ലേ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 3 ചാപ്റ്റർ, വർക്ക് ബുക്കിൽ നിന്ന് 3 ചാപ്റ്റർ. വർക്ക് ബുക്കിൽ ആദ്യത്തെ 3 ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ച നെൽസൺ മണ്ടേല, ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ, 2nd ചാപ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മുടെ എത്രയാണ് 4ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും 7ാമത്തെ ചാപ്റ്ററും. അപ്പൊ ഇംഗ്ലീഷ് ഈ 6 ചാപ്റ്റർ വരും പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിൽ നിന്ന് നമ്മൾ പഠിച്ച നമ്മുടെ ജോഗ്രഫി പാർട്ടിൽ നിന്ന് 2 ചാപ്റ്റർ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡും ദ എർത്ത് കോൺസിസ്റ്റൻസ്, ആ 2 ചാപ്റ്റർ ആയിരിക്കും നമ്മുടെ എക്സാമിന് വരുന്നത്. ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, ദ എർത്ത് കോൺസിസ്റ്റന്റ്. ആ 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും എക്സാമിന് വരുന്നത്. പിന്നെ നമ്മുടെ ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് 2 ചാപ്റ്റർ, ദ ഏർലിയസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, ദ ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹെഡേഴ്സ്, ആ 2 ചാപ്റ്റർ. പൊളിറ്റിക്സിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റിയും പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ സോഷ്യൽ സ്റ്റഡീസിൽ ഏതൊക്കെ വരും? ജോഗ്രഫി പാർട്ടിൽ നിന്ന് 2 ചാപ്റ്റർ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, ദ എർത്ത് കൺസിസ്റ്റന്റ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിച്ചു, ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അതൊക്കെ നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജോഗ്രഫി പാർട്ട് കഴിഞ്ഞു, ഹിസ്റ്ററി പാർട്ടിൽ 2 ചാപ്റ്റർ, ഏർലിയസ്റ്റ് സൊസൈറ്റി, ദ ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹെഡേഴ്സ്. അപ്പൊ അതിലെയും ക്വസ്റ്റ്യൻ ആൻസറും ചൂസ് ദ കറക്റ്റ് ആൻസർ, അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് നമ്മുടെ പൊളിറ്റിക്സിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി, പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതിലെയും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ, ചൂസ് ദ കറക്റ്റ് ആൻസർ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ബേസിക് സയൻസ് ആണ് അല്ലേ? ബേസിക് സയൻസിൽ നമ്മുടെ 4 ചാപ്റ്റർ വരും എക്സാമിന്. ഏതൊക്കെയാണ്? സെപ്പറേഷൻ ഓഫ് പിക്ചേഴ്സ്, എ സ്റ്റഡി ഓഫ് ചേഞ്ചസ്, ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ഹാബിറ്റേറ്റഡ് അഡാപ്റ്റേഷൻ. അതായത് ചാപ്റ്റർ 5 മുതൽ 8 വരെ 4 ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കുക. അതിൻ്റെ അത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വേണം എക്സാമിന് എഴുതാൻ. ഇനിയുള്ള GK നമുക്ക് ചാപ്റ്റർ 10 ഇന്ത്യ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്, അവിടെ ആ ചാപ്റ്റർ തൊട്ടിട്ട് 21, അതായത് ഏഷ്യൻ ഗെയിംസ്, ലാസ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്ത് നിർത്തിയ ഏഷ്യൻ ഗെയിംസ് അവിടെ വരെ 20 വരെ ആണ് നമുക്ക് 21 വരെ. GK നമ്മൾ ചാപ്റ്റർ 10 മുതൽ ഇന്ത്യ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് മുതൽ ചാപ്റ്റർ 21 ഏഷ്യൻ ഗെയിംസ് വരെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ്? ക്വിസ് ആണ് ഇല്ലേ, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിച്ചു, മാമൽസ് ഇല്ലേ, മാമൽസ്, റെപ്റ്റൈൽസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം അതൊക്കെ ആയിരിക്കും എക്സാമിന് വരുന്നത്. നിങ്ങളത് ആ 10 മുതൽ ചാപ്റ്റർ 10 മുതൽ 21 വരെ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ എക്സാമിന്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. എല്ലാവരും നല്ലപോലെ പഠിച്ച് എക്സാം നല്ല രീതിയിൽ എഴുതി ഫുൾ മാർക്ക് മേടിക്കുക. ഇന്ന് ടീച്ചർ ചെയ്യാൻ പറഞ്ഞ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എക്സസൈസ് ചെയ്തില്ലേ, അതൊക്കെ നമ്മുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം. ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ളത് ചെയ്ത് ടീച്ചറിന് ഹോംവർക്കായിട്ട് അയച്ചു തരിക. നോട്ട്സ് എല്ലാം ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.